ആദ്യത്തെ ചിത്രം തമ്പ്. അതിനുശേഷം വന്നത് ആരവം. ഭരതേട്ടൻ ശരിക്കും ഒരു നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ചേട്ടനെ കണ്ടല്ലേ എഴുതിയത്? അത് ശരിക്കും അത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചേട്ടനെ കണ്ട്, ചേട്ടൻ്റെ സംസാര രീതി കണ്ട് അതേപോലെ ഡയലോഗും ബാക്കിയെല്ലാം എഴുതുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് അഭിനയിച്ചാൽ മാത്രം മതി, അത് കറക്റ്റായിട്ട് വരും. അല്ല, അതങ്ങനെ പറയുന്നത് ശരിയാവില്ല. കാരണം ഇത് ശരിക്കും കമലഹാസനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഭരതൻ ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയാണ്. കമലഹാസനോട് പല ഡിസ്കഷൻസ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ തിരുവനന്തപുരത്ത് വന്ന് താമസമായി ഭരതേട്ടൻ, ഞങ്ങൾ തമ്മിൽ അടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, വേണുവിൽ അഭിനയിക്കാവോ? നമ്മൾ പിന്നെന്താ അഭിനയിച്ച അതൊന്നും സിനിമ നമുക്കൊരു ഉപജീവന മാർഗമാകുമെന്നോ അതിലെന്തെങ്കിലും പ്രസിദ്ധി പിടിച്ചു പറ്റാൻ പറ്റുന്ന വിചാരിച്ചിട്ടല്ല. നാടകം കളിക്കുന്നു, സിനിമ കളിക്കുന്നു, അങ്ങനെ ഒരു കളി എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കൺസീവ് ചെയ്ത് വെച്ചിരുന്ന കഥാപാത്രം തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പം മുക്കുറ്റി തിരുതാളി ആ പാട്ട് സാധാരണ അറിയാമല്ലോ, ഈ സിനിമയ്ക്ക് ഒരു മാസ്റ്റർ ഉണ്ടാവും എങ്ങനെയാണ് ഡാൻസ് ചെയ്യേണ്ടത്. ഞങ്ങളൊന്നുമില്ല. പറഞ്ഞു, വേണു ആ പാട്ടിൻ്റെ എന്താണ് തോന്നുന്നത് അത് ചെയ്യുക, ഞങ്ങളത് ഷൂട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു ആ പാട്ടൊക്കെ എടുത്തത്. കടുംതുടിയിൽ തപ്പിലൊടുക്കിൽ അതൊക്കെ എങ്ങനെയാ ഊരു ചുറ്റിക്കൊണ്ട് അതങ്ങനെയായിരുന്നു ഈ പാട്ടുകളെല്ലാം അങ്ങനെ എടുത്തത്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ അന്നത്തെ കാലത്ത് ഒരു ചേഞ്ച് ആയിരുന്നു. സാധാരണ ദേവരാജൻ മാസ്റ്റർ, വയലാർ സാറ്, അല്ലെന്നുണ്ടെങ്കിൽ പി ഭാസ്കരൻ, കെ രാഘവൻ മാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വഴികളിൽ നിന്ന് മാറിയിട്ട് മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് കവാലൻ സാറും അദ്ദേഹത്തിൻ്റെ ശാരാണി ചേച്ചിയുണ്ട്, ചേച്ചി ചേച്ചിയുണ്ട്, ഞാനും ഒരു കൂപ്പയില പോകുന്നു മദ്രാസിലോട്ട് കടിങ്ങിന് പോവുക. പോയി ഏതാണ്ടൊരു ആറ്റിങ്ങിലൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി അമ്മ എടുത്തു വെച്ചു. പണിക്കേട്ടാ പാട്ടതാ ഇപ്പോഴോ അവിടെ പോയിട്ട് ചേട്ടൻ ഒരെണ്ണം തുടങ്ങ്, ഗന്ധിമാർ യാത്രയല്ലേ, രസമല്ലേ. കുറച്ചു നേരം പുള്ളി എടുത്തിട്ട് പിന്നെ അങ്ങനെ തുടങ്ങാൻ പറ്റുമോ പാട്ട്? വേണ്ട, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. ബേസിക് താളം ഇതാണ്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ലം 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 താളം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം മുക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് കൂമനും കുറുമനും വേറെപ്പത്താലം കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടോത്ര കുളിരിന്റെ കാറ്റാടിത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അതൊക്കെ എന്താ ഡിഫറൻസ്? ഇപ്പോഴും അതൊന്ന് റീമിക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ തുടങ്ങുന്ന പാട്ടുകളൊക്കെ മാറി നിൽക്കും. പാലക്കാട് ആയപ്പോഴത്തേക്ക് പാട്ട് കഴിഞ്ഞു. ഈ പാട്ടല്ല, 4 പാട്ട്. സത്യം, ഞാൻ സാക്ഷിയല്ലേ. ഞാൻ ഈ ചായ കൊണ്ടൊക്കെ ചെറിയ ടേബിൾ അതിൽ താളം കൊടുത്തു. അതുപോലെ 7 നിലയുള്ള ചായക്കട, അത് ആ പാട്ട്. പിന്നെ കാറ്റിൽ തിത്തന്നം കാറ്റിൽ തെങ്ങലിളക്കും കാറ്റിൽ അങ്ങനെ പാട്ടുണ്ട്. അതെ. പിന്നെ മറ്റേ
ജില്ലം ആ അയ്യോ അത് ഉഗ്രമാണ്. ജില്ലം ജില്ലം തക തക ജില്ലം തക തക ജില്ലം തക തക ജില്ലം തക തക ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ കോനാരേ കടുന്തുടിയിൽ തിണ്ടക്കന്തേ തപ്പിലൊടുക്കിൽ തിമിർത കന്തേ ഊരു ചുറ്റിക്കൊണ്ടാപ്പോ അയ്യോ ആരവാരവൻ തിണ്ടക്കന്തേ ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ കോനാരേ. മലയാള സിനിമയുടെ സമ്പന്നമായ സത്യം സിനിമ കൊണ്ടും സംഗീതം കൊണ്ടും അഭിനയം കൊണ്ടും ക്യാമറ ടെക്നിക്കൽ കാര്യങ്ങളിലും എല്ലാം സമ്പന്നമായ ഒരു 10 വർഷമായിരുന്നു. സത്യം. 80 മുതൽ 90 വരെ. 90